ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹൈഡ്രോളിക്സ്. നമ്മൾ ഹൈഡ്രോളിക്സിൽ തേർഡ് മൊഡ്യൂളിൽ നോച്ചസ് ആൻഡ് വിയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒരുപാട് ഇക്വേഷൻസ്, പല ടൈപ്പ് വിയേഴ്സിന്റെ മുകളിൽ കൂടെയുള്ള ഡിസ്ചാർജിന്റെ, നോച്ചസിന്റെ ഉള്ളിൽ കൂടെയുള്ള ഡിസ്ചാർജിന്റെ ഇക്വേഷൻസ് നമ്മൾ കണ്ടു. അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് രണ്ട് എംപിരിക്കൽ ഇക്വേഷൻസ് ആയിരുന്നു, ഫ്രാൻസിസ് ഫോർമുലയും ബേസിസ് ഫോർമുലയും അല്ലെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഇക്വേഷൻസിന്റെ എല്ലാം കൂടെ പുതിയ രണ്ട് ഇക്വേഷൻസ് കൂടെ ആഡ് ചെയ്യാൻ പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് പുതിയ ടൈപ്പ് ഓഫ് വിയേഴ്സ്, ബ്രോഡ് ക്രസ്റ്റഡ് വിയേഴ്സ് ആൻഡ് സബ്മേർജ്ഡ് വിയേഴ്സ്. അതിൽ ബ്രോഡ് ക്രസ്റ്റഡ് വിയേഴ്സ് ഓൾറെഡി നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതാണ്. സബ്മേർജ്ഡ് വിയർ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യാത്ത പുതിയ ടൈപ്പ് വിയർ ആണ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് വിയേഴ്സിന്റെ മുകളിലൂടെയുള്ള ഡിസ്ചാർജസ് ആണ്, അതിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അതിന്റെ രണ്ട് ചെറിയ പ്രോബ്ലംസും ഇന്ന് ചെയ്യും. വിത്ത് ദാറ്റ് വി വിൽ ബി വൈൻഡിങ് അപ്പ് ദ സെഷൻ ഓൺ നോച്ചസ് ആൻഡ് വിയേഴ്സ്. ഓക്കെ, സോ ലെറ്റ് us start with ബ്രോഡ് ക്രസ്റ്റഡ് വിയേഴ്സ്. ബ്രോഡ് ക്രസ്റ്റഡ് വിയേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം പണ്ട് പഠിച്ച കാര്യങ്ങൾ അല്ലെ. സോ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ വിയേഴ്സിനെ പല കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. അതിലൊരു കാറ്റഗറി ആയിരുന്നു ഷേപ്പ് ഓഫ് ക്രസ്റ്റ്. ഇപ്പൊ വിയറിന്റെ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, ഓൾറെഡി നമ്മൾ പലതവണ കണ്ടാണ്. ഇതാണ് ക്രസ്റ്റ് പോർഷൻ. സോ ക്രസ്റ്റിന്റെ ഷേപ്പ് അനുസരിച്ച് വിയേഴ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത്, നാരോ ക്രസ്റ്റഡ് വിയറും ബ്രോഡ് ക്രസ്റ്റഡ് വിയറും. ഇത് കൂടാതെ ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ ഉണ്ടായിരുന്നു, ഓഗി ഷേപ്ഡ് വിയർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ അന്ന് ചിത്രമൊക്കെ കണ്ട് മനസ്സിലായത്. അതിൽ നാരോ ക്രസ്റ്റഡും ബ്രോഡ് ക്രസ്റ്റഡും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. സോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നാരോ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ അറിയാം, അതിന്റെ ക്രസ്റ്റിന്റെ ലെങ്ത്, അതായത് നമ്മുടെ വെയറിന്റെ ടോട്ടൽ ലെങ്ത് വളരെ കുറവായിരിക്കും, ഇമേജിൽ കാണുന്ന പോലെ. വെറാസ് ബ്രോഡ് ക്രസ്റ്റഡ് വിയർ ബ്രോഡ് ആയിരിക്കും, അതായത് അതിന്റെ ലെങ്ത് കൂടുതലായിരിക്കും. സോ ആ കൂടുതൽ എത്രയാണ് എന്നൊരു ഇക്വേഷൻ വെച്ച് നമ്മൾ ഡിമാർക്ക് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് എൽ ലെസ് ദാൻ 2h. എൽ എന്ന് പറഞ്ഞാൽ വെയറിന്റെ ലെങ്ത്, എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദ വിയർ അല്ലെ. സോ എൽ ലെസ് ദാൻ എച്ച് ആണെങ്കിൽ അത് നാരോ ക്രസ്റ്റഡ് വിയർ ആണ്. എൽ ഗ്രേറ്റർ ദാൻ 2h ആണെങ്കിൽ അത് ബ്രോഡ് ക്രസ്റ്റഡ് വിയർ ആണ്. ഇവിടെ നമ്മുടെ വിഷയം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ചാർജസ് ആണ്. സോ നാരോ ക്രസ്റ്റഡ് വിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റെക്ടാംഗുലർ വിയറോ ട്രയാംഗുലർ ഷേപ്പ്, ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ വിയർ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ റെക്ടാംഗുലർ വിയർ ആണെന്ന് വിചാരിക്കാം. സോ നാരോ ക്രസ്റ്റഡ് റെക്ടാംഗുലർ വിയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ യു ക്യാൻ യൂസ് ദി ഇക്വേഷൻ 2/3 CDL √2G h⁻3/2. ഇതാണ് നമ്മുടെ തിയററ്റിക്കൽ ഇക്വേഷൻ അല്ലെ. സോ 2/3 CDL √2G h⁻3/2 എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാരോ ക്രസ്റ്റഡ് വിയറിന്റെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ ആണെങ്കിലും നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുക. ഇനി ഡിസ്ചാർജ് കൺസിഡറിംഗ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണെങ്കിൽ എച്ചിന് പകരം നമ്മൾ സാധാരണ എന്താ ചെയ്യുക, h + h⁻3/2 - h⁻3/2 എന്ന് മാറ്റി എഴുതും അല്ലെ. സോ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഫോർ നാരോ ക്രസ്റ്റഡ് ആസ് വെൽ ആസ് ഷാർപ്പ് ക്രസ്റ്റഡ് വിയേഴ്സ്. ഓക്കെ, ഇനി ബ്രോഡ് ക്രസ്റ്റഡ് വിയറിലോട്ട് വരാം. ബ്രോഡ് ക്രസ്റ്റഡ് വിയറിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ബ്രോഡ് ക്രസ്റ്റഡ് വിയറിന്റെ ഡിസ്ചാർജിലോട്ട് കിടക്കാം. നിങ്ങൾ നാരോ ക്രസ്റ്റഡ് വിയർ നോക്കുക, അതിന്റെ ഇക്വേഷൻ നോക്കുക. ഇവിടെ നമ്മൾ എച്ച് എടുക്കുന്നത് എന്താണ്? മാക്സിമം ഹെഡ് ഓവർ ദ വിയർ ആണ് അല്ലെ. സോ നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ വെയറിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകുന്ന സമയത്ത് ചെറിയൊരു വിട്ടിൽ മാത്രമേ വാട്ടർ ഒഴുകുന്നുള്ളൂ അല്ലെ. ഈ ഒരു ലെങ്ത് എല്ല് കാണുന്നുണ്ട്, ആ ഒരു ലെങ്ത്തിന്റെ മുകളിൽ മാത്രമേ ഈ വിയറിന്റെ മുകളിൽ വെള്ളം ഒഴുകുന്നുള്ളൂ. അപ്പൊ ഈ വിയർ പണിയുന്നതുകൊണ്ട് ഓൾറെഡി വാട്ടർ ലെവൽ റൈസ് ചെയ്തിട്ടുണ്ട്. ആ വാട്ടർ ലെവൽ റൈസ് ചെയ്ത് വിയറിന്റെ അടുത്തുള്ള മാക്സിമം ഹെഡ് ആണ് ഇത്ര എച്ച് അല്ലെ. ആ ഹെഡ് വെച്ചാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത്. അപ്പൊ അവിടുത്തെ ഡിസ്ചാർജ് നമുക്ക് കിട്ടി. ഇനി ബ്രോഡ് ക്രസ്റ്റഡ് വിയറിലോട്ട് വരാം. ബ്രോഡ് ക്രസ്റ്റഡ് വിയറിൽ എന്താ വ്യത്യാസമുള്ളത്? ഇവിടത്തെ പോലെ ചെറിയൊരു ലെങ്തിലല്ല വിയറിന്റെ മുകളിൽ കൂടെ വാട്ടർ ഒഴുകുന്നു. ഇവിടെ നോക്കിക്കേ, അത്യാവശ്യം വീതിയുണ്ട് ഈ ഒരു ഫ്ലോ പാത്തിന്, അല്ല സോറി, അത്യാവശ്യം നീളമുണ്ട് ഈ ഫ്ലോ പാത്തിന് അല്ലെ. ഇത്രയും എൽ എന്ന് പറഞ്ഞ ലെങ്തില് വെള്ളം വിയറിന്റെ മുകളിൽ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പൊ എന്താ നോർമലി സംഭവിക്കുക? ഈ റൈസ് ചെയ്യുന്ന വാട്ടർ ലെവല് ഇത്രയും ഡിസ്റ്റൻസിൽ ഒഴുകുമ്പോഴത്തേക്കും ആ ലെവൽ പതുക്കെ കുറയും. ഈ റൈസ് ചെയ്യാനുള്ള കാരണം ഈ ഒരു വിയർ ഇതിന്റെ ഇടയ്ക്ക് പണിതുകൊണ്ടാണ് അല്ലെ. സോ ആ ഒരു എഫക്റ്റ് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്ത് വന്നിട്ടാണ് ഒഴുകുക. സോ മാക്സിമം ഹെഡ് ഓവർ ദ വിയർ മേ ബി എച്ച്, ക്യാപിറ്റൽ എച്ച്. പക്ഷേ ആ എച്ച് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. സോ സംവെയർ ഇൻ ദ മിഡിൽ ദർ വിൽ ബി ആൻഡ് സ്മോൾ ലെറ്റർ എച്ച് ഹെഡ്. സോ അവിടെ ഹെഡ് കുറയുന്നുണ്ട്. സോ ആക്ച്വലി ദ വാട്ടർ ഈസ് നോട്ട് ഫ്ലോയിങ് വിത്ത് എ കോൺസ്റ്റന്റ് ഹെഡ് ക്യാപിറ്റൽ എച്ച് ഓവർ ദ വിയർ. ഇവിടെ അങ്ങനെയാണ്.
ഇവിടെ ആ ക്യാപിറ്റൽ എച്ച് ആണ് മാക്സിമം ഹെഡ്, ആ ഹെഡിലാണ് വെള്ളം ഒഴുകുന്നത്. പക്ഷെ ഇവിടെ ആ ഹെഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. സോ ആ ഒരു ഹെഡ്, സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്ന ഹെഡ് നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് കൂടുതലാണല്ലേ, സോ ഡിസ്ചാർജ് വിൽ ബി ഡിഫറെന്റ്. സോ ഇവിടെ ആക്യുറേറ്റ് ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഇൻകോപ്പറേറ്റ് ദിസ് fall in head over our equation. അതാണ് നമ്മൾ ബ്രോഡ് ക്രസ്റ്റഡ് വിയറിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ as the liquid flows over the considerable length over the weir, the liquid flows with a lower head. So this has to be considered in discharge, and that is what we are going to see from the next slide onwards. Okay, so let us derive the discharge equation for broad crusted weir. Okay, so ഇതാണ് നമ്മുടെ ബ്രോഡ് ക്രസ്റ്റഡ് വിയർ. So broad crusted weir-ന്റെ maximum head over the discharge, maximum head over the weir h അല്ലെ, ഈ വിയറിന്റെ മുകളിൽ വരാവുന്ന പരമാവധി ഹൈറ്റ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എച്ച്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് വിയർ. നിങ്ങളൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും നേരം നമ്മൾ എല്ല് പറഞ്ഞത് വേറൊരു എല്ലായിരുന്നു, ആ എൽ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഇപ്പം നമ്മൾ കാണുന്ന സൈഡ് വ്യൂ ആണ് അല്ലെ. മറ്റേത് പുഴേന്റെ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്രണ്ട് വ്യൂവിലുള്ള ക്രസ്റ്റിന്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. ഇവിടെ ക്രസ്റ്റിന്റെ ലെങ്ത് അല്ല എൽ, വിയറിന്റെ ലെങ്ത് ആണ് എൽ. സോ ആ ഒരു വ്യത്യാസം ഓർത്ത് വെക്കുക. നേരത്തെ ക്രസ്റ്റ് ലെങ്ത് ആയിരുന്നു, ഇവിടെ വിയറിന്റെ ലെങ്ത് ആണ് എൽ. ഓക്കെ, സോ യു ഹാവ് ലൈക്ക് ദിസ്. ക്യാപിറ്റൽ എച്ച് ആണ് ആ ഹെഡ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം ഡിസ്റ്റൻസിൽ ഒഴുകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ലെവൽ പതുക്കെ 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 കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ. അങ്ങനെ കുറഞ്ഞു വരുന്നതിന്റെ ഒരു ഏകദേശം മിഡിലായിട്ടുള്ള ഹെഡ് നമ്മൾ എടുക്കുന്നു. ആ ഹെഡിനെ നമ്മൾ എച്ച് എന്ന് വിളിക്കുന്നു, സ്മോൾ ലെറ്റർ എച്ച്. സോ ദാറ്റ് ഈസ് ദ ഡിമിനിഷിംഗ് ഹെഡ്. ഓക്കെ, സോ വെയറിന്റെ മുകളിൽ കൂടി ഒഴുകുമ്പോൾ ചെറുതാവുന്ന ഹെഡിലെ വാല്യൂ നമ്മൾ എടുക്കുന്നു. ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരുന്ന ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ എച്ച് എടുക്കുന്നു. ഓക്കെ, ഇനി ഡിസ്ചാർജ് ഉണ്ട്, അപ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാവും അല്ലെ. ദാറ്റ് വെലോസിറ്റി വി ആർ റെപ്രസെന്റിങ് ഓവർ വി. സാധാരണ നമ്മൾ വി ഈസ് ഈക്വൽ ടു √2gh എന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡിറൈവ് ചെയ്തില്ലേ, ആ വെലോസിറ്റി ആണ് ഇവിടെ വെയറിന്റെ മുകളിൽ കൂടി ഒഴുകുന്ന സമയത്തുള്ള വാട്ടറിന്റെ വെലോസിറ്റി. ദാറ്റ് ഈസ് വി. ലെറ്റ് us call it as v. So L is the length of the weir, h is the maximum height of water over the crust, h is the head of the water at the middle of the weir, v is the velocity of flow over the weir. Okay, ഇനി നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇവിടെ വ്യത്യാസം വരുന്നത് വെലോസിറ്റിക്കാണ്. കാരണം എന്താ? വെലോസിറ്റി v ഈസ് ഈക്വൽ ടു √2gh ആയിരുന്നു കഴിഞ്ഞ കേസിൽ അല്ലെ. അവിടെ നിന്നാണ് നമ്മൾ ബാക്കിയെല്ലാം ഡിറൈവ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമുക്ക് ആ √2gh എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ എച്ച് ഹെഡിലല്ല വെള്ളം ഇതിന്റെ മുകളിൽ കൂടെ ഒഴുകുന്നത് അല്ലെ. ദർ ഈസ് എ സ്മോൾ ലെറ്റർ എച്ച് ഓൾസോ. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ അല്ലെ. അപ്പൊ ആ വെലോസിറ്റി വേരിയേഷൻ വരും. അങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിളിലോട്ട് തിരിച്ചു പോകുന്നു. ഏതാണത്? ബെർണൌളീസ് പ്രിൻസിപ്പിൾ. സോ വി ആർ ഗോയിങ് ടു അപ്ലൈ ബെർണൌളീസ് പ്രിൻസിപ്പിൾ അറ്റ് ത്രൂ ഡിഫറെന്റ് സെക്ഷൻസ്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് വെച്ചാൽ ഈ എച്ച് വരുന്നുണ്ടല്ലോ അപ്സ്ട്രീം സൈഡിൽ, ക്യാപിറ്റൽ എച്ച് വരുന്നുണ്ടല്ലോ, അവിടുത്തെ ഫ്രീ സർഫസ് എന്ന് വെച്ചാൽ ഈ മോൾ ഭാഗം. അതുപോലെ ഇവിടെ സ്മോൾ ലെറ്റർ എച്ച് വരുന്നുണ്ടല്ലോ, അവിടുത്തെ ഫ്രീ സർഫസ്. ഈ രണ്ട് ഫ്രീ സർഫസിലാണ് നമ്മൾ രണ്ട് സെക്ഷൻസ് അസ്യൂം ചെയ്യുക. സോ വി അപ്ലൈ ബെർണൌളീസ് ഇക്വേഷൻ ടു ദ still water surface on the upstream side and running water at the end of the weir. സോ വിയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വരുന്ന മാറ്റം നമ്മൾ പറഞ്ഞിരുന്നു. സാധാരണ ഫ്ലോ മെഷർ ചെയ്യാൻ നമ്മൾ ആ ഫ്ലോ പാത്തിന് ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുക ചെയ്യുന്നത്. ആ ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ വെലോസിറ്റി കൂടും അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും സെക്കൻഡ് സെക്ഷനിലെ വെലോസിറ്റി കൺസിഡർ ചെയ്യും. അതാണ് ഈ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ചാനൽ ആണെങ്കിൽ, വലിയൊരു പുഴയൊക്കെ ആണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആണ്. സോ വി ആർ സെയിങ് ദാറ്റ് ദിസ് വാട്ടർ സർഫസ് ഈസ് സ്റ്റിൽ ആൻഡ് ദിസ് വാട്ടർ സർഫസ് ഈസ് റണ്ണിങ്. എന്ന് വെച്ചാൽ ഇതൊരു വെലോസിറ്റിയിൽ ഒഴുകുന്നു, ഇത് സ്റ്റിൽ വാട്ടർ സർഫസ് ആണെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, സോ ഈ സർഫസും അതാണ് നമ്മുടെ രണ്ട് സെക്ഷൻസ്. അവിടെ നമ്മൾ ബെർണൌളീസ് തിയറം അപ്ലൈ ചെയ്യാണ്. P1/ρg പ്ലസ് V1² പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2² പ്ലസ് Z2. ഓക്കെ ആണല്ലോ. ഇതില് P1 P2 ഇത് രണ്ടും എന്താണ്? പ്രഷർ ഇൻ ദ ലിക്വിഡ് ആണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സർഫസ് എന്ന് പറഞ്ഞാൽ വാട്ടർ സർഫസ്, ഫ്രീ വാട്ടർ സർഫസ് ആണ് അല്ലെ. അതായത് ഈ മോൾ ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫ്രീ വാട്ടർ സർഫസിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. സോ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് അവിടെ ആക്ട് ചെയ്യുക.
ഒരു ഗേജ് പ്രഷർ നമ്മൾ സ്കെയിലിൽ മെഷർ ചെയ്യുന്ന ഇക്വേഷൻസ് ആയതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? സോ ഇത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇവിടെ പ്രഷർ ഉണ്ടാവും, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ട് അല്ലേ? ഇവിടെ എടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പോയിന്റ് എടുത്തു കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആൻഡ് ദർ ഈസ് ഓൺലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ടിങ് ഓൺ ദാറ്റ്, ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു 0. സോ P1/ρg P2/ρg രണ്ടും 0 ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഇത് സ്റ്റിൽ വാട്ടർ സർഫസ് ആണ്. സോ അവിടെ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. സോ V1/2/2g നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് എന്താ? Z1 V2/2g പ്ലസ് Z2. Z1 ഉം Z2 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതാണ് നമ്മൾ ഡാറ്റമായിട്ട് എടുക്കുന്നെങ്കിൽ ഈ ഡാറ്റത്തിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡാറ്റത്തിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഇവിടം തൊട്ട് ഇവിടം വരെ, ഇവിടം തൊട്ട് ഇവിടം വരെ, അതാണ് നമ്മുടെ എന്ത്? Z1 ഉം Z2. സോ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് ഏകദേശം സെയിം ആണ് അല്ലേ? ഏകദേശം അല്ല, ശരിക്കും സെയിം ആണ്. ഇവിടം മുതൽ നമ്മുടെ വിയർ വരെയുള്ള ഹൈറ്റ് സെയിം ആണ്. അത് വിയറിന്റെ ഹൈറ്റ് തന്നെയാണ് അല്ലേ? സോ വിയർ ഹൈറ്റ് പ്ലസ് എച്ച്, ഇവിടെ വിയർ ഹൈറ്റ് പ്ലസ് സ്മോൾ എച്ച്, അതാണ് Z1 ഉം Z2. സോ Z1 എന്ന് പറഞ്ഞാൽ എത്രയാ? വിയറിന്റെ ഹൈറ്റ് പ്ലസ് ക്യാപിറ്റൽ എച്ച്. Z2 എന്ന് പറഞ്ഞാൽ വിയറിന്റെ ഹൈറ്റ് പ്ലസ് സ്മോൾ ലെറ്റർ എച്ച്. അപ്പോൾ ആ വിയറിന്റെ ഹൈറ്റ് ക്യാൻസൽ ചെയ്ത് പോകും. സോ യു ക്യാൻ റൈറ്റ് ഫൈനൽ ഇക്വേഷൻ ആസ് P1/ρg 0 ആണ്, V1/2/2g 0 ആണ്. Z1 എന്ന് വെച്ചാൽ Z പ്ലസ് എച്ച് ആയിരുന്നു. P2/ρg 0 ആണ്, V2/2g നമുക്ക് V2 പകരം V എന്ന് എഴുതാം. സോ V2/2g പ്ലസ് എച്ച്, സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ വേർ പ്ലസ് എച്ച്, ഇവിടെ വേർ പ്ലസ് ക്യാപിറ്റൽ എച്ച്. ആ രണ്ട് വേറും ക്യാൻസൽ ചെയ്ത് പോയപ്പോൾ എച്ചും പ്ലസ് എച്ചും. ഓക്കെ, സോ ഇങ്ങനെയാണ് ബെർണൗളീസ് തിയറം വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? വെലോസിറ്റി ഓഫ് ഫ്ലോ ഓവർ ദ വിയർ V is equal to root of 2g into h minus h. So velocity of flow over a broad crested weir is root of 2g into h minus h. സാധാരണ ഇത് എത്രയായിരുന്നു? √2gh ഉണ്ടായിരുന്നുള്ളൂ. സോ ആ വ്യത്യാസം, the difference due to this falling head we have incorporated in our velocity equation. So velocity കിട്ടി. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ? സാധാരണ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുക, CD into ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി. സോ യു നോ ഏരിയ ഓഫ് ഫ്ലോ അല്ലെ? ഈ ഒരു ലെങ്ത്തിലാണ് ഇവിടെ വാട്ടർ ഒഴുകുന്നത്. നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സൈഡ് അല്ല ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് വ്യൂ ആയിരുന്നു അല്ലെ? ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പും ട്രയാങ്കുലർ ഷേപ്പും ഒക്കെ വരുന്ന സ്ഥലമായിരുന്നു നമുക്ക് ക്രിട്ടിക്കൽ. അതേ കൂടെ വെള്ളം ഒഴുകുന്നു, കാരണം ലെങ്ത് വളരെ കുറവായിരുന്നു വിയറിന്റെ. ഇവിടുത്തെ കേസിൽ വരുമ്പോൾ ഇവിടെ ലെങ്ത് ആണ് പ്രിഡോമിനന്റ്. സോ ആ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ യു ഹാവ് ഏരിയ ഓഫ് ഫ്ലോ L ഇൻറ്റു എച്ച് ഓവർ ഹിയർ അല്ലെ, ഇൻറ്റു വെലോസിറ്റി. നമുക്ക് നോക്കാം. CD ഇൻറ്റു ഏരിയ എത്രയാ? ഈ ലെങ്ത് L, ഇത് എച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആവറേജ് ഹൈറ്റ് എന്നൊക്കെ പറയും. ഇത് കാരണം ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഹെഡ് ആണ്. സോ യു ആർ ടേക്കിംഗ് ദ മിഡിൽ വാല്യൂ. CD ഇൻറ്റു L ഇൻറ്റു എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് 2g ഇൻറ്റു h മൈനസ് h അല്ലെ? വെലോസിറ്റി 2g ഇൻറ്റു h minus h. So the discharge is equal to CDL into root 2g into h square minus h cube. Okay. Now the problem is, നമ്മൾ ഇതാണ് ഡിസ്ചാർജ് ഇക്വേഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചത്. CD into L into root 2g into h square minus h cube. നമ്മൾ കഴിഞ്ഞ ഡിസ്ചാർജ് ഇക്വേഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് ഈ വേറിന്റെ മുകളിൽ കൂടി ഒഴുകുമ്പോഴുള്ള മാക്സിമം ഹെഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതെന്താ? മാക്സിമം ഹെഡ് കറസ്പോണ്ട്സ് ടു മാക്സിമം ഡിസ്ചാർജ് അല്ലേ? സോ ഹെഡ് മാക്സിമം ആകുമ്പോൾ ഡിസ്ചാർജ് മാക്സിമം ആവും. സോ ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കുന്ന അതിന്റെ മാക്സിമം ഡിസ്ചാർജ് ആണ്. ഇവിടുത്തെ പ്രശ്നം ഈ എച്ച് എന്ന് പറയുന്ന വാല്യൂ ഒരു വേരിയബിൾ വാല്യൂ ആണ്. ഇവിടെ തൊട്ട് ഇവിടം വരെ വരുന്ന സമയത്ത് എച്ച് വേരിയബിൾ വാല്യൂ ആണ്. സോ അത് എപ്പോഴാണ് മാക്സിമം ആവുക? മീൻസ് ഡിസ്ചാർജ് എപ്പോഴാണ് മാക്സിമം ആവുക എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ ഡിസ്ചാർജ് മാക്സിമം ആവുന്നത് ഇതിലെ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അല്ലെ? ഇതുവരെയുള്ള കേസിലല്ലേ നമ്മൾ മാക്സിമം ഡിസ്ചാർജ് ചെയ്യണം, മാക്സിമം ഹെഡ് വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ആ മാക്സിമം ഹെഡ് എച്ച് നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല, കാരണം ആ ഹെഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ എച്ചും തമ്മിൽ, ക്യാപിറ്റൽ എച്ചും സ്മോൾ എച്ചും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് ക്യാപിറ്റൽ എച്ചിന്റെ എത്രത്തോളം ആവുമ്പോഴാണ് നമുക്ക് ഇവിടെ മാക്സിമം ഡിസ്ചാർജ് കിട്ടുക എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഡിഫറൻസിയേഷൻ ആണ്. നിങ്ങൾ ഡിഫറൻസിയേഷനിൽ മാക്സിമ മിനിമ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പ്ലസ് ടുവിൽ പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പോളിയിലെ മാത്സ് പഠിച്ചപ്പോഴോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമ മിനിമ. സോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കണ്ടീഷൻ
അതിന്റെ ഡെറിവേറ്റീവ് ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലെ. സോ ഈ ഒരു ഇക്വേഷനിൽ ഡിസ്ചാർജ് മാക്സിമം ആണെങ്കിൽ ഇവിടുത്തെ വേരിയബിളിന്റെ ഇക്വേഷൻ മാക്സിമം ആയിരിക്കണം. ഇത് മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. സോ എച്ച് എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് ആണ് ഇവിടുത്തെ വേരിയബിൾ അല്ലെ. എച്ച് ആണ് വേരി ചെയ്യുന്ന സാധനം. സോ എച്ച് എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് എന്ന് പറഞ്ഞ വേരിയബിള് മാക്സിമം ആണെങ്കിൽ ഡി ബൈ ഡി എച്ച് ഓഫ് എച്ച് എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് ഷുഡ് ബി ഈക്വൽ ടു 0. സോ മാക്സിമം ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ ഈ വേരിയബിൾ ഇക്വേഷൻ മാക്സിമം ആവണം. ആ വേരിയബിൾ ഇക്വേഷൻ മാക്സിമം ആവണമെങ്കിൽ അതിനുള്ള കണ്ടീഷൻ എന്താണ്? ഡി ബൈ ഡി എച്ച് ഓഫ് എച്ച് എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് ഈസ് ഈക്വൽ ടു 0. സോ ഇതിന്റെ ഡിഫറൻഷ്യൽ എടുക്കുക. ഡിഫറൻഷ്യൽ ഓഫ് എക്സ് റൈസ് ടു എൻ ഉണ്ടാകുന്നു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 അല്ലെ. സോ അത് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നു. സോ എച്ച് ഇൻറ്റു 2 ടൈംസ് സ്മോൾ എച്ച്. സോ എച്ച് കോൺസ്റ്റന്റ് ആണ്. 2 ടൈംസ് എച്ച് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എക്സ് റൈസ് ടു എന്നിന്റെ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണെങ്കിൽ എച്ച് സ്ക്വയറിന്റെ എന്തായിരിക്കും? 2 ഇൻറ്റു എച്ച് റൈസ് ടു 1 അല്ലെ. സോ 2 എച്ച് എച്ച്. ഇവിടെ 3 ഇൻറ്റു എച്ച് സ്ക്വയർ. സോ 2 എച്ച് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3 എച്ച് സ്ക്വയർ. ഓക്കെ, ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു 2/3 എച്ച്. മനസ്സിലായോ? സോ മാക്സിമം ഡിസ്ചാർജ് ഈ വിയറിന്റെ മുകളിൽ കൂടെ നടക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഈ മിഡിലുള്ള നമ്മൾ കൺസിഡർ ചെയ്ത സ്മോൾ എച്ച് എന്ന് പറയുന്നത് 2/3 ഓഫ് ക്യാപിറ്റൽ എച്ച് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് വിൽ ബി മാക്സിമം. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഡിസ്ചാർജ് ഇക്വേഷനിൽ നമ്മുടെ സ്മോൾ എച്ചിന് പകരം 2/3 എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. The maximum discharge over the weir Qmax is equal to CDL into root of 2G into H small h in പകരം 2/3 H square minus 2/3 all cube. Okay. So ഇത് സോൾവ് ചെയ്യുക. റൂട്ട് 2G ഞാൻ പുറത്തെടുത്തു. ബാക്കിയുള്ളത് എന്താ? 2/3 എച്ചിന്റെ സ്ക്വയർ എത്രയായിരിക്കും? 4/9 എച്ച് ക്യൂബ്. ഓക്കെ, ഇവിടെ ഒരു എച്ച് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്. അത് രണ്ടും കൂടെ എച്ച് ക്യൂബ് ആയി. ഇവിടെ 2 ക്യൂബ് 8, 3 ക്യൂബ് 27. സോ 8/27 എച്ച് ക്യൂബ്. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. ഇതിന്റെ LCM എടുക്കുക അല്ലെ. 9ന്റെ 27ന്റെ LCM 27 ആണ്. സോ 3 × 4 12. സോ 12 എച്ച് ക്യൂബ്. ഇവിടെ 1 × 8. സോ മൈനസ് 8 എച്ച് ക്യൂബ് 27. സോ CDL root 2G into 12 minus 8 എത്രയാണ്? 4. So 4/27 H cube. So your discharge maximum is equal to CD into L into root 2G into root of 4/27 H cube. That is CDL into root 2G into 4/27 root നമ്മൾ എടുത്തു. അത് 0.384 ആണ്. H square root of H cube എന്ന് പറഞ്ഞാൽ എന്താണ്? H raised to 3/2 ആണ്. ഓക്കെ, നൗ നമ്മൾ 2Gക്ക് പകരം 2 × 9.81 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ 2G എപ്പോഴും എർത്തിൽ സെയിം വാല്യൂ ആണ്, 9.81 മീറ്റർ പെർ സെക്കൻഡ്. സോ 2 × 9.81 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ യു വിൽ ഗെറ്റ് 1.705 CDL into H raised to 3/2. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ബേസിസ് ഫോർമുലയോ ഫ്രാൻസിസ് ഫോർമുലയോ ഒക്കെ എടുത്ത സമയത്ത് ജിക്ക് 9.81 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ 9.81ന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ ഏതൊരു എംപിരിക്കൽ ഫോർമുലയും ഉപയോഗിച്ചാൽ നമ്മൾ ഏത് യൂണിറ്റിലാണോ ആ ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത് അതേ യൂണിറ്റുള്ള വാല്യൂസ് ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഇക്വേഷനിൽ നമുക്കറിയാം 2 × 9.81 ഞാൻ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ മൈ ഇക്വേഷൻ came as 1.705 into CDL into H raised to 3/2. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഞാൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കുമ്പോൾ എല്ലും എച്ചും ഞാൻ മീറ്ററിലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. സെന്റിമീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ തെറ്റാണ്. കാരണം എന്താ? ഇത് 9.81 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അല്ലെ. സോ ഏത് യൂണിറ്റിലാണോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് അതേ ഇക്വേഷനിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഇത് ഇങ്ങനെ ഏതെങ്കിലും വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷനിലെ പ്രശ്നമുള്ളൂ. നമ്മുടെ 2/3 CDL into root 2G ഒന്നും കുഴപ്പമില്ല. കാരണം നമ്മൾ അവിടെ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. root 2G എന്നുള്ളത് നമ്മൾ G ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ അല്ലെ. പക്ഷെ ഈ ഇക്വേഷൻ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ജിന്റെ വാല്യൂ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. അത് മീറ്റർ പെർ സെക്കൻഡിലാണ് യൂണിറ്റ്. അപ്പൊ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും, ഇപ്പൊ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അതെല്ലാം എന്തായിരിക്കണം? മീറ്ററിൽ തന്നെ ആയിരിക്കണം. അത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ യുവർ മാക്സിമം ഡിസ്ചാർജ് ഓവർ എ ബ്രോഡ് ക്രസ്റ്റഡ് വിയർ ഈസ് ഈക്വൽ ടു 1.705 CDL into H raised to 3/2. ഓക്കെ, സോ നമ്മൾ ആ
സ്മോൾ ലെറ്റർ എച്ചിന്റെ എഫക്ട് ഈ ഒരു ഇക്വേഷനിലോട്ട് എടുത്തിട്ട് ബ്രോഡ് ക്രസ്റ്റഡ് വിയറിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിച്ചു. സോ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, ഓർത്ത് വെക്കുക. ഡെറിവേഷൻ പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക. Now this is a maximum discharge without considering velocity of approach. Velocity of approach consider ചെയ്താലോ എച്ചിന് പകരം എന്ത് ചെയ്യണം? h plus h raised to 3/2 minus h raised to 3/2. So the maximum discharge considering velocity of approach is equal to 1.705 CDL into h plus h raised to 3/2 minus h raised to 3/2. Okay. So ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കുക. ഇതിന്റെ പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ. Now L is the length of weir. ആ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക. കഴിഞ്ഞ ഇക്വേഷനിലൊക്കെ L ക്രസ്റ്റ് ലെങ്ത് ആയിരുന്നു, ഇവിടെ വേറെ ലെങ്ത് ആണ്. എച്ച് മാക്സിമം ഹൈറ്റ് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഹെഡ് എന്നും പറയാം, കുഴപ്പമില്ല, കാരണം നമ്മൾ സ്മോൾ എച്ചിനെ ഓൾറെഡി കളഞ്ഞു കഴിഞ്ഞു അല്ലേ. എച്ച് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അതെങ്ങനെ കണ്ടുപിടിക്കുക? v²/2g. നിങ്ങൾക്കറിയാം va²/2g. va എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ്. അത് കണ്ടുപിടിക്കുന്നത് Q/area ഓഫ് ചാനൽ ആണ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് CD is equal to coefficient of discharge. So this is your equation. ഇനി ഈ ഇക്വേഷൻ വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാണ് പ്രോബ്ലം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എ ബ്രോഡ് ക്രസ്റ്റഡ് വിയർ ഓഫ് 50 meter length has 50 centimeter height of water above its crust. Find the maximum discharge neglecting velocity of approach and considering velocity of approach. If the channel is having cross-sectional area 50 meters square, take CD is equal to 0.6. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. സോ സൊല്യൂഷൻ, ലെങ്ത് ഓഫ് വെയർ അതാണ് നമ്മുടെ L അല്ലെ. ബ്രോഡ് ക്രസ്റ്റഡിന്റെ കാര്യം പറയുമ്പോൾ ലെങ്ത് ഓഫ് വെയർ ആണ് L, ദാറ്റ് ഈസ് 50 meter. ഇനി ഹെഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് മാക്സിമം ഹൈറ്റ് ഓഫ് വാട്ടർ ഓവർ ദ വിയർ, H ഈസ് ഈക്വൽ ടു 50 centimeter ആൻഡ് 0.5 meter അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആ ഇക്വേഷൻ G 9.81 meter/second സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട്. ഓക്കെ. ഇതൊരിക്കലും സെന്റിമീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ആൻസർ തെറ്റാണെന്ന് അർത്ഥം. മാക്സിമം ഡിസ്ചാർജ് വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്തായിരുന്നു? 1.705 CDL into h raised to 3/2. നമ്മുടെ ക്വസ്റ്റ്യൻ 1 പാർട്ട് 1 വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാത്തുള്ള ഡിസ്ചാർജ് ആണ്. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 1.705 CDL h raised to 3/2. CD തന്നിട്ടുണ്ട്, LH തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.705 into 0.6 into 50 into 0.5 raised to 3/2 അല്ലെ. CD എന്ന് പറഞ്ഞാൽ 0.6, L എന്ന് പറഞ്ഞാൽ 50 meter, H എന്ന് പറഞ്ഞാൽ 0.5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്ര കിട്ടും? 18.08 m³/s. ദാറ്റ് ഈസ് ദ മാക്സിമം ഡിസ്ചാർജ് വിതൗട്ട് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. രണ്ടാമത്തെ പാർട്ട് എന്താണ്? കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ചാനലിന്റെ ഏരിയയും തന്നിട്ടുണ്ട്. സോ ചാനലിന്റെ ഏരിയ അറിയാം, വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ലാത്ത ഡിസ്ചാർജും അറിയാം. ഹൗ ക്യാൻ യു ഫൈൻഡ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്? ഇറ്റ് ഈസ് ഈക്വൽ ടു Q/area ഓഫ് ചാനൽ അല്ലെ. Q എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ലാത്ത ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ചാനലിന്റെ ഏരിയ. 18.08 ആണ്, ഡിവൈഡഡ് ബൈ ചാനലിന്റെ ഏരിയ 50 meter². സോ ഡിവൈഡഡ് ബൈ 50, you will get the answer as 0.3616 meter/second. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടി. നമുക്ക് അഡീഷണൽ ഹെഡ് വേണം അല്ലെ. അഡീഷണൽ ഹെഡ് HA is equal to VA²/2g. HA is equal to VA²/2g. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.3616² divided by 2 into 9.81. Your answer will be 6.66 into 10⁻³ meter. HA ആണ്, ഹെഡ് ആണ്. So the unit will be in meter അല്ലെ. Now വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെച്ച് നമ്മൾ ഹെഡ് കണ്ടുപിടിച്ചു. Now what will be the maximum discharge with velocity of approach? ഇക്വേഷൻ എന്താണ്? 1.705 CDL into h plus HA raised to 3/2 minus HA raised to 3/2 അല്ലെ. എച്ചിന് പകരം h plus HA raised to 3/2 minus HA raised to 3/2 ആയി. ഇത് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. h raised to something വരുമ്പോൾ ഈ ഒരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. h plus HA raised to 3/2 minus HA raised to 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആ ഇക്വേഷൻ ഓർത്തിരിക്കാം അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് നൗ. 1.705 CD 0.6 ആണ്. L എന്ന് പറഞ്ഞാൽ 50 meter ആണ്. h plus HA, h എത്രയാ? 0.5. HA എത്ര കണ്ടുപിടിച്ച്? 6.6 into 10⁻³ raised to 3/2 minus HA raised to 3/2 ആകുമ്പോൾ 6.66 into 10⁻³ raised to 3/2. So your maximum discharge will be 18.42 m³/s. So without velocity of approach 18.08, with velocity of approach 18.42
meter cube per second. So with this problem, we are concluding broad crusted weir section. So equation അറിഞ്ഞിരിക്കുക, equation substitute ചെയ്യുക. എല്ലായിടത്തും ഉള്ളതുപോലെ അതേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഇക്വേഷൻ ഓർത്തിരിക്കുക. ആ ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You can solve the problems easier. Okay. Now we are moving to the second part of today's class, that is discharge over submerged weir. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സബ്മേർജ്ഡ് വിയർ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നില്ല, ടൈപ്സ് ഓഫ് വിയർ എടുത്ത സമയത്ത്. പക്ഷെ നമ്മൾ സബ്മേർജ്ഡ് ഒറിഫൈസസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. സബ്മേർജ്ഡ് ഒറിഫൈസസ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ സബ്മേർജ്ഡ് വിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? If the water level on the downstream side of the weir is above its crest, then that weir is known as submerged weir. നിങ്ങൾ ഇതിനു മുന്നേ ഉള്ള സ്ലൈഡ്സ് ഒക്കെ നോക്കുക, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സ്ലൈഡ്സും നോക്കുക. അതിന്റെ ഡൗൺസ്ട്രീം സൈഡും അപ്സ്ട്രീം സൈഡും നോക്കുക. എന്തായിരുന്നു അവിടെ കാണാൻ പറ്റിയത്? അപ്സ്ട്രീം സൈഡ് വിയറിന്റെ മുകളിലായിരുന്നു. വിയറിന്റെ മുകളിൽ മീൻസ് വെള്ളം റൈസ് ചെയ്ത് കഴിയുമ്പോൾ വിയറിന്റെ മുകളിലെത്തും അല്ലെ. ഡൗൺസ്ട്രീം സൈഡ് എപ്പോഴും വിയറിന്റെ ക്രസ്റ്റിന്റെ താഴെയായിരുന്നു. ഓർത്ത് നോക്കിയാൽ മതി, നമ്മൾ വരച്ച എല്ലാ ഇമേജിലും ഡൗൺസ്ട്രീം സൈഡ് വിയറിന്റെ ക്രസ്റ്റിന്റെ താഴെയായിരുന്നു. സബ്മേർജ്ഡ് വിയർ എന്ന് പറഞ്ഞാൽ സബ്മേർജ് വിയറിന്റെ അപ്സ്ട്രീം വാട്ടർ ലെവലും ഡൗൺസ്ട്രീം വാട്ടർ ലെവലും വിയറിന്റെ ക്രസ്റ്റിന്റെ മുകളിലായിരിക്കും. അതായത് വെള്ളത്തിൽ സബ്മേർജ് ചെയ്യപ്പെട്ട രീതിയിലായിരിക്കും നമ്മുടെ വിയർ ഉണ്ടാവുക. വിയറിന്റെ ഫുൾ പോർഷൻ വെള്ളത്തിന്റെ അടിയിലാകും. അങ്ങനെയുള്ള വിയേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സബ്മേർജ് വിയർ. ഓക്കെ, നമുക്ക് നോക്കാം. ഇമേജ് വെച്ചിട്ട് ഇതാണ് സബ്മേർജ്ഡ് വിയർ. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഇത് അപ്സ്ട്രീം സൈഡ്, ഇത് ഡൗൺസ്ട്രീം സൈഡ്. സോ ഡൗൺസ്ട്രീം സൈഡിലും വാട്ടർ ലെവല് നമ്മുടെ വിയറിന്റെ ക്രസ്റ്റിന്റെ മുകളിലാണ്, അപ്സ്ട്രീം സൈഡിലും വാട്ടർ ലെവല് വിയറിന്റെ ക്രസ്റ്റിന്റെ മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സബ്മേർജ്ഡ് വിയർ. ഓക്കെ, നൗ ലെറ്റ് ക്യാപിറ്റൽ എച്ച് ബി ദ മാക്സിമം ഹൈറ്റ് ഓഫ് വാട്ടർ ഓവർ ദ അപ്സ്ട്രീം സൈഡ്. അതായത് അപ്സ്ട്രീം സൈഡിലെ ഹെഡ് ക്യാപിറ്റൽ എച്ച് ആണെന്ന് വിചാരിക്കുക. അതുപോലെ ഡൗൺസ്ട്രീം സൈഡിലെ ഹെഡ് സ്മോൾ എച്ച് ആണെന്ന് വിചാരിക്കുക. നേരത്തെ ബ്രോഡ് ക്രസ്റ്റിന്റെ സമയത്ത് പറഞ്ഞ എച്ച് അല്ലാട്ടോ ഇത്. ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഡൗൺസ്ട്രീം സൈഡിലെ വാട്ടറിന്റെ ഹെഡാണ്. അതായത് ക്രസ്റ്റിന്റെ മുകളിലോട്ട് എത്ര ഹൈറ്റിലാണ് ഡൗൺസ്ട്രീം സൈഡിൽ വാട്ടർ ഉള്ളത്. ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാലോ ക്രസ്റ്റിന്റെ മുകളിലോട്ട് അപ്സ്ട്രീം സൈഡിൽ എത്ര ഹൈറ്റിലാണ് വാട്ടർ ഉള്ളത്. ഓക്കെ, എൽ ലെങ്ത് ഓഫ് വിയർ. ഇവിടുത്തെ ലെങ്ത് ഓഫ് വിയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്രസ്റ്റ് ലെങ്ത് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പോലെ പഴയതുപോലെ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നോക്കുന്നത്. ആ റെക്ടാങ്കുലർ പോർഷൻ അല്ലെങ്കിൽ ട്രയാങ്കുലർ പോർഷൻ വരുന്ന സ്ഥലമാകുന്നത്. അപ്പൊ ഇവിടുത്തെ എൽ എന്ന് പറഞ്ഞാൽ പഴയ ഇക്വേഷനിലുള്ള പോലെ ക്രസ്റ്റ് ലെങ്ത് തന്നെയാണ്, അതെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. സോ എൽ ഈസ് ദ ലെങ്ത് ഓഫ് വെയർ ഓർ ക്രസ്റ്റ് ലൈൻ, എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ്, സ്മോൾ എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ ഓൺ ദ ഡൗൺസ്ട്രീം സൈഡ്. ഓക്കെ, നൗ ഈ സബ്മേർജ്ഡ് വെയർ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവാം. ആക്ച്വലി ഈ സബ്മേർജ്ഡ് വെയറിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് മാറ്റാൻ കഴിയും. ഓക്കെ, ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പോർഷൻ ബിറ്റ്വീൻ ലിക്വിഡ് സർഫസസ് അറ്റ് അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം സൈഡ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പോർഷൻ ബിറ്റ്വീൻ ഡൗൺസ്ട്രീം ലിക്വിഡ് സർഫസ് ആൻഡ് ടോപ്പ് ഓഫ് ദ വിയർ. ഓക്കെ, സോ നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത് എന്താ? ഡിസ്ചാർജ് ഓവർ ദിസ് വിയർ ആണ് അല്ലെ. സോ ഈ വിയറിന്റെ മുകളിലുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ വിയറിൽ കൂടിയുള്ള ഡിസ്ചാർജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ ഈ ഒരു പോർഷനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തെ പോർഷൻ എന്ന് വെച്ചാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്ചാർജ്, അതായത് ഫ്രീ ടു അറ്റ്മോസ്ഫിയർ, ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള പോർഷൻ. സോ വെള്ളം ഇവിടുന്ന് വന്നിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നു അല്ലെ. സോ ആ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു പോർഷൻ എയറിലോട്ടാണ് അല്ലെ. സോ ദാറ്റ് ഈസ് ഈ H- എന്ന് പറയുന്ന ഡിഫറൻസ് വരുന്ന ഒരു പോർഷൻ. ഈ പോർഷൻ മുഴുവൻ എവിടെയാണ്? ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ഇനി രണ്ടാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമിന്റെ ടോപ്പ് തൊട്ട് ക്രസ്റ്റ് വരെയുള്ള പോർഷൻ. സോ ഈ ഒരു പോർഷനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തെ പോർഷൻ എന്ന് വെച്ചാൽ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് ഉള്ള പോർഷൻ. രണ്ടാമത്തെ പോർഷൻ ഡൗൺ സ്ട്രീമും വിയറും തമ്മിലുള്ള പോർഷൻ. സോ ഈ എൻറ്റയർ ഏരിയനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ട് പോർഷൻ കിട്ടി. അപ്പൊ ആ രണ്ട് പോർഷനിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ആയിരിക്കും അല്ലെ. ഇവിടെ ഒന്നാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കുന്നു. ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ, നമ്മുടെ സാധാരണ ഡിസ്ചാർജ് പോലെയല്ലേ. നോക്കിക്കേ, ഇവിടെ ഇത്രയും ഭാഗത്തൊരു വിയർ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. ഇവിടെ ഇത്രയും ഭാഗത്തൊരു വിയർ ഉണ്ടായിരുന്നെങ്കിൽ ആ വിയറിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകുന്നു. സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. സോ ദ ഫസ്റ്റ് പോർഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഫ്രീ ഡിസ്ചാർജ് പോർഷൻ വിത്ത് ഹെഡ് H-
സോ അവിടുത്തെ ഹെഡ് എന്ന് പറഞ്ഞാൽ എച്ച് മൈനസ് എച്ച് ആയിരിക്കും. ആ ഹെഡിൽ വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന ഫ്രീ ഡിസ്ചാർജ് പോർഷൻ ആണ് ടോപ്പ് മോസ്റ്റ് പോർഷൻ. പക്ഷെ രണ്ടാമത്തെ പോർഷൻ വരുമ്പോഴോ അത് ഒരു സബ്മേർജ്ഡ് പോർഷൻ ആണ് അല്ലെ. അവിടെ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് തന്നെയാണ് ഡിസ്ചാർജ് നടക്കുന്നത്. സോ സെക്കൻഡ് പോർഷൻ ഈസ് എ ഡ്രൗണ്ട് ഡിസ്ചാർജ് പോർഷൻ. അവിടുത്തെ ഹെഡോ എച്ച് ആണ്. സോ വേറിന്റെ ഡ്രൗണ്ട് ഡിസ്ചാർജ് പോർഷൻ ആണ് രണ്ടാമത്തത്. വിയറിന്റെ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയറിക് പോർഷൻ ആണ് ആദ്യത്തത്. സോ ആദ്യത്തെ പോർഷനിലെ ഡിസ്ചാർജ് ഹെഡ് എച്ച് മൈനസ് എച്ച്, രണ്ടാമത്തെ പോർഷന്റെ ഡിസ്ചാർജ് ഹെഡ് സ്മോൾ ലെറ്റർ എച്ച്. ഓക്കെ, അപ്പോ ഇതിന്റെ Q1 ആണ്, ഇതിന്റെ Q2 ആണെങ്കിൽ ടോട്ടൽ ഡിസ്ചാർജ് ഓവർ ദ സബ്മേർജ്ഡ് വിയർ എന്തായിരിക്കും? Q1 പ്ലസ് Q2. സോ ഈ രണ്ട് കണ്ടീഷനിലുള്ള ഡിസ്ചാർജ് നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അതിനെ സമ്മപ്പ് ചെയ്യുന്നു. അതാണ് ടോട്ടൽ ഡിസ്ചാർജ് ഓവർ എ സബ്മേർജ്ഡ് വിയർ. നമുക്ക് ഇക്വേഷൻസ് നോക്കാം. സോ L is the length of weir. നമ്മൾ പറഞ്ഞു crest length ആയിരിക്കും. H is the height of the weir on the upstream. Small h is the height of water on the downstream side. നമ്മൾ പറഞ്ഞു രണ്ട് പോർഷൻസ് ഉണ്ട്. ഒന്നാമത്തത് ഫ്രീ ഡിസ്ചാർജിങ് പോർഷൻ, രണ്ടാമത് ഡ്രൗണ്ട് ഡിസ്ചാർജിങ് പോർഷൻ. സോ നമ്മൾ വേറിന്റെ സബ്മേർജ്ഡ് ഒറിഫൈസസിന്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെ ഫ്രീക്ക് ഒരു CD1 ഉണ്ടായിരുന്നു, അതുപോലെ അല്ലാത്ത പോർഷൻ സബ്മേർജ്ഡ് പോർഷൻ ഒരു CD ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ട്രപ്പീസോയിഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ റെക്ടാങ്കുലർ പോർഷന് ഒരു CD ഉണ്ടായിരുന്നു, ട്രയാങ്കുലർ പോർഷൻ ഒരു CD ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഫ്രീ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന പോർഷന് CD1 എന്ന് നമ്മൾ വിളിക്കുന്നു, അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. റൗണ്ട് ഡിസ്ചാർജ് പോർഷനെ നമ്മൾ CD2 എന്ന് വിളിക്കുന്നു, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദ ഡ്രൗണ്ട് പോർഷൻ. ഇനി നമുക്ക് ഓരോ കേസസിന്റെയും ഇക്വേഷൻ എഴുതാം. ഒന്നാമത്തെ കേസിന്റെ ഇക്വേഷൻ നമ്മുടെ യൂഷ്വൽ ഇക്വേഷൻ തന്നെയാണ് അല്ലെ, 2/3 CD √2G H raised to 3/2. അതിൽ വ്യത്യാസം വരുന്നത് എന്തിനായിരിക്കും? നമ്മൾ പറഞ്ഞു ഫ്രീ ഡിസ്ചാർജിങ് പോർഷൻ വിത്ത് എ ഡിസ്ചാർജ് ഓഫ് ഹെഡ് എച്ച് മൈനസ് എച്ച് ആണ്. ഇവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് എച്ച് മൈനസ് എച്ച് ആണ്. ആ ഒരു ഡിഫറൻസ് മാത്രം നമുക്ക് ആ ഇക്വേഷനിലോട്ട് കൊണ്ടുവരാം. സോ ദ ഡിസ്ചാർജ് ത്രൂ ദ അപ്പർ പോർഷൻ വിച്ച് ഈസ് എ ഫ്രീ ഡിസ്ചാർജിങ് പോർഷൻ ഈസ് 2/3 CD1L into √2G into എച്ചിന് പകരം എന്തായി എച്ച് മൈനസ് എച്ച് റേസ് ടു 3/2. കാരണം ഇവിടുത്തെ ഹെഡ് ക്യാപിറ്റൽ എച്ച് അല്ല, എച്ച് മൈനസ് എച്ച് റേസ് ടു 3/2 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിസ്ചാർജ് ത്രൂ ദ അപ്പർ പോർഷൻ. ഇനി നമുക്ക് ഡിസ്ചാർജ് ത്രൂ ദ ലോവർ പോർഷൻ വേണം, ദാറ്റ് ഈസ് സബ്മേർജ്ഡ് പോർഷൻ. അവിടുത്തെ ഡിസ്ചാർജ് എന്തായിരിക്കും? CD2, അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. ഓക്കെ, CD2 ഇൻറ്റു ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. ഏരിയ എത്രയായിരിക്കും? ക്രസ്റ്റ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ്, അവിടുത്തെ ഹെഡ്. ഓക്കെ, ക്രസ്റ്റ് ലെങ്ത് ഇൻറ്റു ഹെഡ് ആണ് ഏരിയ. വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ √2G H മൈനസ് എച്ച്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബ്രോഡ് ക്രസ്റ്റഡിൽ നമ്മൾ ഡിറൈവ് ചെയ്തത് വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി നമുക്ക് കിട്ടിയത് എന്താ? രണ്ട് ഹെഡ് കമ്പയർ ചെയ്തിട്ടായിരുന്നു അല്ലെ. ഇവിടെയും അതുപോലെ രണ്ട് ഹെഡ് ഉണ്ട്. എന്ന് വെച്ചാൽ വാട്ടർ ഒഴുകുന്നത് ഹെഡ് ഡിഫറൻസിലാണ് എപ്പോഴും. ഇത് ഓർത്ത് വെക്കുക, ഫ്രം അപ്പർ ഹെഡ് ടു ലോവർ ഹെഡ് വിത്ത് ദാറ്റ് ഹെഡ് ഡിഫറൻസ്. അതാണ് വെള്ളം എപ്പോഴും ഒഴുകുക. നിങ്ങൾക്ക് മെർക്കുറി മാനോമീറ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പീസോമീറ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത് എന്താ? അതിന്റെ രണ്ട് ലിംബിലുള്ള ലിക്വിഡിന്റെ ഡിഫറൻസ് ആണ് അല്ലെ. അതുപോലെ ഇവിടെ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് വെള്ളം ഒഴുകുമ്പോൾ അവിടെ രണ്ട് സൈഡിൽ ഹെഡ് ഡിഫറൻസ് ഉണ്ട്. സോ ഒരു സൈഡിൽ എച്ച് ആണ്, ഒരു സൈഡിൽ സ്മോൾ എച്ച് ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഹെഡ് എന്താ? അതിന് ഡിഫറൻസ് ആണ്. സോ വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് √2G into ഹെഡ്. ദാറ്റ് H is nothing but the difference between head on the upstream and downstream side. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും? CD2 into area of flow, crest length into height. ഹൈറ്റ് മീൻസ് ഹെഡ്. സോ ഡ്രൗണ്ട് പോർഷന്റെ ഹെഡ് ആണ്. ഇനി വെലോസിറ്റി എടുക്കുമ്പോൾ ഹെഡ് എടുക്കേണ്ടത് എന്താ? അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ്, ദാറ്റ് ഈസ് H മൈനസ് എച്ച്. ദോട്ട് H മൈനസ് എച്ച് ഇൻറ്റു 2G. സോ √2G into H മൈനസ് എച്ച് ആണ് അവിടുത്തെ വെലോസിറ്റി ഓഫ് ഫ്ലോ, സെക്കൻഡ് സെക്ഷന്റെ വെലോസിറ്റി ഓഫ് ഫ്ലോ. സോ ഇഫ് യു കൺസിഡർ ദിസ്, Q1ഉം Q2ഉം കിട്ടി, രണ്ടും കൂടെ ആഡപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്ചാർജ് ഓവർ ദ സബ്മേർജ്ഡ് വിയർ കിട്ടും. സോ Q is equal to 2/3 CD1 into L into √2G into H minus H raised to 3/2 plus CD2 into L into H into √2G into H minus H. ഇതാണ് നമ്മുടെ സബ്മേർജ്ഡ് വെയറിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ. സോ പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾ അപ്പർ പോർഷന്റെ സെപ്പറേറ്റ് ആയി ചെയ്യുക, ഡ്രൗണ്ട് പോർഷന്റെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക, രണ്ടും കൂടെ ആഡപ്പ് ചെയ്താൽ ടോട്ടൽ ഡിസ്ചാർജ് കിട്ടും. ഇവിടെ നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടില്ല അല്ലെ. ഇതിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്ത് എന്താ മാറ്റം വരിക? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ എച്ച് മാത്രമേ ഉള്ളൂ. ആ എച്ചിന് പകരം നമ്മൾ സാധാരണ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? റേസ് ടു ഉണ്ടെങ്കിൽ
h plus ha raised to 3/2 minus ha raised to 3/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വെറും h മാത്രമാണെങ്കിലോ h plus h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ ഹെഡ് എന്ന് പറയുന്നത് വെറും h അല്ല, h മൈനസ് h ആണ്. അപ്പൊ നമ്മൾ h എടുത്ത സ്ഥാനത്ത് ഇവിടെ h മൈനസ് h എടുക്കണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഈ ഇക്വേഷനിൽ നിങ്ങൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ h മൈനസ് h പ്ലസ് h മൈനസ് h പ്ലസ് h റേസ് ടു 3/2 മൈനസ് h റേസ് ടു 3/2. മനസ്സിലായോ? h മൈനസ് h ആണ് ഹെഡ്. സോ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ റീപ്ലേസ് ചെയ്യണം? വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഉണ്ടെങ്കിൽ h മൈനസ് h പ്ലസ് h റേസ് ടു 3/2 മൈനസ് h റേസ് ടു 3/2. സോ ആ ഹെഡിന്റെ സ്ഥാനത്ത് h മൈനസ് h കംപ്ലീറ്റ് ആയിട്ട് എടുക്കണമെന്ന് മാത്രം. സോ ഇവിടെ റേസ് ടു ഇല്ല, ഹെഡ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? h മൈനസ് h പ്ലസ് h എന്ന് എഴുതാം. സോ ദാറ്റ് വിൽ ബി യുവർ ഡിസ്ചാർജ് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ആ ഇക്വേഷൻ തൽക്കാലം ഞാൻ എഴുതുന്നില്ല. നമ്മുടെ കോഴ്സ് ഔട്ട്കം മീൻസ് നമുക്കറിയാം സിലബസിന്റെ ആദ്യത്തെ പാർട്ടിൽ ഒരു കോഴ്സ് ഔട്ട്കം ഉണ്ട് അല്ലേ? അവിടെ സബ്മേർജ്ഡ് വെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ സിലബസിൽ സബ്മേർജ്ഡ് വെയർ എന്ന് എഴുതിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ സബ്മേർജ്ഡ് വെയറിന്റെ ക്ലാസ് എടുത്തത്. അതുകൊണ്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇനി ഇൻ എനി കേസ് ഇഫ് യു ആർ ആസ്ക്ഡ് അബൌട്ട് ദ വെലോസിറ്റി ഓഫ് അപ്രോച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇക്വേഷൻ മാറ്റി എഴുതിയിട്ട് ചെയ്യാവുന്നതാണ്. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The heights of water on the upstream side and downstream side of a submerged weir of 3 meter length, no crust length, are 20 centimeter and 10 centimeter respectively. If CD for free and round portions are 0.6 and 0.8 respectively, find the discharge over the weir. Okay, direct substitution തന്നെയാണ്. വേണ്ട സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇതെന്താ തന്നിരിക്കുന്നത്? അപ്സ്ട്രീം ഹെഡും തന്നിട്ടുണ്ട്, ഡൗൺസ്ട്രീം സൈഡ് തന്നിട്ടുണ്ട്. So upstream head capital H 20 centimeter, that is 0.2 meter. Downstream head 10 centimeter, that is 0.1 meter. So capital H 0.2 ആണ്, small h 0.1 ആണ്. പിന്നെ CD തന്നിട്ടുണ്ട്, drowned പോർഷനും ഫ്രീ പോർഷനും. So CD1 free portion, that is 0.6. CD2 drowned portion, that is 0.8. Length of weir L is equal to 3 meter. ഇത്രയും കാര്യങ്ങൾ തന്നു. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ ഡിസ്ചാർജ് ത്രൂ ദ അപ്പർ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ഡിസ്ചാർജിങ് പോർഷൻ ആണ്. അവിടുത്തെ ഡിസ്ചാർജ് എത്രയാ? 2/3 CD1 L ഇൻറ്റു റൂട്ട് ഓഫ് 2G ഇൻറ്റു h മൈനസ് h റേസ് ടു 3/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3 CD ക്ക് പകരം 0.6, Lന് പകരം 3, 2 ഇൻറ്റു 9.81, ക്യാപിറ്റൽ H 0.2, സ്മോൾ h 0.1. So raised to 3/2. So you will get the answer as 0.168 meter cube per second. You discharge through the lower portion CD2 L into H into root of 2G into H minus H. നമ്മൾ ലാസ്റ്റ് കണ്ട ഇക്വേഷൻ അല്ലേ? സോ CD into area of flow into velocity of flow, that is CD2 into L into H into root of 2G into H minus H. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CD 0.8, L 3, H 0.1, 2 into 9.81 into 0.2 minus 0.1. So 0.336 meter cube per second ആണ് അവിടുത്തെ ഡിസ്ചാർജ്. സോ അപ്പർ പോർഷന്റെ ഡിസ്ചാർജ് കിട്ടി, ഡൗൺ പോർഷന്റെ ഡിസ്ചാർജ് കിട്ടി, Q1 കിട്ടി, Q2 കിട്ടി. സോ യുവർ ടോട്ടൽ ഡിസ്ചാർജ് ഈസ് സം ഓഫ് Q1 ആൻഡ് Q2 വിച്ച് ഈസ് ഈക്വൽ ടു 0.504 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. കുറച്ച് സ്പീഡിൽ പോയല്ലേ, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. സോ ഇങ്ങനത്തെ ഒരു രണ്ട് ചെറിയ പ്രോബ്ലം നമ്മൾ പറഞ്ഞ അതേ പാറ്റേൺ ഇന്നലെ ചെയ്തതുപോലെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ പ്രാക്ടീസിനൊന്ന് ചെയ്ത് നോക്കുക. ഒന്നാമത്തത് എനിക്ക് തോന്നുന്നു ബ്രോഡ്കാസ്റ്റഡ് വിയർ ആണ്, രണ്ടാമത്തത് സബ്മേർജ്ഡ് വിയർ ആണ്. വാല്യൂസിൽ മാത്രമേ മാറ്റമുള്ളൂ, പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസിന് വേണ്ടി ചെയ്ത് നോക്കുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിങ് ദ പോർഷൻ നോച്ചസ് ആൻഡ് വിയേഴ്സ് ഓഫ് ദ തേർഡ് മൊഡ്യൂൾ. സോ തേർഡ് മൊഡ്യൂളിന്റെ ഒരു പാർട്ട് കഴിഞ്ഞു. തേർഡ് മൊഡ്യൂളിന്റെ രണ്ടാമത്തെ പാർട്ട് ഒരു ക്ലാസ്സിൽ തീർക്കാവുന്ന നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ ഉണ്ടോ അതിന്റെ ലേ ഔട്ട് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം തന്നെ അല്ലേ, നമ്മൾ ആദ്യം ഹൈഡ്രോളിക്സിന്റെ പോർഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഹൈഡ്രോളിക് മെഷീൻ എടുക്കുന്നുള്ളൂ. വി വിൽ ബി ടേക്കിംഗ് ഇറ്റ് ലേറ്റർ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പോകാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലോട്ടാണ്. ഫോർത്ത് മൊഡ്യൂള് ഫ്ലോ ത്രൂ പൈപ്സും ഫ്ലോ ത്രൂ ഓപ്പൺ ചാനലുമാണ് അതിന്റെ രണ്ട് പാർട്ട്. വി വിൽ സ്റ്റാർട്ട് വിത്ത് ഫ്ലോ ത്രൂ പൈപ്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമ്മൾ തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞു. ഈ മൊഡ്യൂളിൽ ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ആ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലവും ചെയ്യാം. ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ദ ഇക്വേഷൻ ആൻഡ് വേർ ടു അപ്ലൈ ദാറ്റ് ഇക്വേഷൻസ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഒരു മൊഡ്യൂളിന്റെ നോട്ട് കഴിയുമ്പോൾ ഇതിൽ നിങ്ങൾ പഠിച്ച ആദ്യത്തെ വിയർ തൊട്ട് എല്ലാം എടുക്കുക. എന്നിട്ട്
അതിന്റെ ഇക്വേഷൻസ് വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഒരു പേജിൽ എഴുതുക. എന്നിട്ട് അതിന്റെ ഓരോ സാധനങ്ങളും എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. ഇതെന്തിനാണ് എഴുതുന്നതെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പരീക്ഷയുടെ തലേദിവസമൊക്കെ നിങ്ങൾക്ക് ഇക്വേഷൻ ഓർത്തിരിക്കാൻ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് റിവൈസ് ചെയ്യാൻ അത് നല്ലതായിരിക്കും. ആ സമയത്ത് ബുക്ക് മുഴുവൻ മറിച്ച് നോക്കാൻ പറ്റില്ലോ. സോ ഡു ദിസ് ഓൾ ഇക്വേഷൻസ് വെച്ച് എല്ലാ മൊഡ്യൂളും ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു സമ്മറി ഉണ്ടാക്കി വെക്കുക. ഇക്വേഷൻസ് മാത്രം വെച്ചൊരു സമ്മറി ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എളുപ്പമായിരിക്കും. സോ ഹൈഡ്രോളിക്സ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻസ് ഓർത്തിരിക്കുക, അത് എവിടെ അപ്ലൈ ചെയ്യണം എന്ന് അറിയാം. ഇത്ര അറിയാൻ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ റിമൂവ് കീപ് ദിസ് ഇൻ മൈൻഡ് ആൻഡ് we will see in the next class with a new module that is flow through pipes. Till then, bye.